അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കപ്പലിന്റെയാണ്. അതെ, പച്ച കപ്പലിന്റെ നല്ല അടിപൊളി കപ്പലിന്റെയാണ്. അപ്പൊ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന എന്നാ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ്. അപ്പൊ അത് നമ്മളിവിടെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം എണ്ണ ഒഴിക്കാം. നമുക്ക് ഈ കപ്പലിനെ ഒന്നും ചെറുതായിട്ടൊന്നും റോസ്റ്റ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ സ്വല്പം എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം ആകുകയും ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ ഐഡിയ. റോസ്റ്റ് ചെയ്ത കപ്പലിലേക്ക് ഇപ്പൊ മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ പച്ച കപ്പലിന്റെ എടുത്തിരിക്കുന്നത്. ഇതിനാ ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമല്ലേ. മീഡിയം രീതിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പലിൽ ഇതേ റോസ്റ്റായി നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായി വന്നിട്ടുണ്ട്. നല്ലൊരു പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിങ്ങനെ കോരി മാറ്റിട്ട് ഇതൊന്ന് തണുക്കണേ. അപ്പോഴേ ഇത് കോരുന്ന നേരത്തിന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എന്താ പറയുക, മുഴുവൻ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കും. അതല്ല, ഇഷ്ടപ്പെട്ട പിന്നെ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് എന്താ കുഴപ്പമല്ലേ. വീഡിയോ മുഴുവൻ കാണണം. കണ്ടാലേ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ തുടക്കം മാത്രം കണ്ടാലും നമുക്കൊന്നും പിടികിട്ടും. കണ്ടാൽ മാത്രം പോരാ കേട്ടോ, ഒന്ന് ചെയ്തോടെ നോക്കണേ. ഇപ്പൊ നമ്മുടെ വീഡിയോ മാത്രമല്ല, ആരുടെ വീഡിയോ എടുത്ത് നമ്മൾ നോക്കിയാൽ അത് മുഴുവൻ കണ്ടാലേ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇത് നമ്മുടെ മല്ലിയാണ്. നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മല്ലി വന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു മീഡിയം രീതിയിൽ അത്യാവശ്യം നല്ലപോലെ അത് തന്നെ നന്നായിട്ട് മൂപ്പിച്ച് എടുത്തേക്കാം. ഇനിയിപ്പം മല്ലിക്ക് മൂത്തില്ലെന്ന് പറഞ്ഞിട്ട് വിഷമം വേണ്ടത്. അതൊന്ന് ഇളക്കി കൊടുക്കുക. തുടർച്ചയായിട്ട് ചെറിയ തീയില വെച്ചാൽ മതി. ഒത്തിരി തീയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും സാധനം. ഇത് വളരെ വേഗമാണ്, കാരണം എണ്ണ ചൂടാണ്, ചീനച്ചട്ടി ചൂടാണ്. അതുകൊണ്ട് വളരെ വേഗം തന്നെ ആയിക്കിട്ടുവേ. നമ്മുടെ മല്ലിന്റെ നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് കോരി ഇങ്ങോട്ട് മാറ്റി തണുപ്പിക്കാനായിട്ട് നോക്കാം. ഇതുണ്ടല്ലോ, ഞെക്കി നോക്കുമ്പോ ഒന്ന് പൊട്ടുന്ന പരുവാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതാണ് പരുവ്. അതെ, അപ്പൊ അതും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഈ നമ്മുടെ കപ്പലിന്റെയും ഈ സാധനം ഒന്ന് തണുക്കണം. രണ്ടും മല്ലിയും കപ്പലിന്റെയും കൂടെ തണുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പരിപാടി തണുപ്പിക്കാനായിട്ട് അങ്ങോട്ട് വെക്കാം. കൊണ്ടിരിക്കട്ടെ. നമ്മളെ വറുത്ത് വെച്ച കപ്പലിന്റെയും നമ്മുടെ മല്ലിയൊക്കെ നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് ഈ കപ്പലിന്റെയും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാവേ. അതിനകത്തോട്ട് തന്നെ നമുക്ക് നമ്മുടെ മല്ലി അത് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മള് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ എരിവിന് ആവശ്യം അനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. നോക്കിയിട്ട് എടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പൊ ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ മല്ലിയില. അപ്പൊ മല്ലിയില നമ്മൾ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം ഈ ഒരു റെസിപ്പിക്ക് മല്ലിയില ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അത് തന്നെ. അപ്പൊ നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിന്റെ ആവശ്യം വരത്തുള്ളൂ. നമുക്കൊന്ന് അരച്ചെടുക്കാം. അതായത് നമ്മളെ കപ്പലിലേക്ക് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു പച്ച നിറത്തിലാണ് നമുക്ക് സംഭവം കിട്ടിയിരിക്കുന്നത്. നമുക്കിതുണ്ടല്ലോ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെള്ളം ആവശ്യം വന്നു ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം കുറേശ്ശെ ആയിട്ട് അരച്ചു നോക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരുപാട് നീണ്ടു പോകണ്ട. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു നമ്മൾ നേരത്തെ എടുത്ത ചീനിച്ചട്ടില്ല, ആ ചീനിച്ചട്ടിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണോളം എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ കപ്പലിന്റെ വറുത്തപ്പം കുറച്ച് എണ്ണ ചേർത്താണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ 1/4 ടീസ്പൂൺ. ഇനി എണ്ണയൊക്കെ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്തോ കേട്ടോ, നമുക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോകണം. അപ്പൊ ഇത് കടുകിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു 5-6 കറിവേപ്പിലയും കൂടെ. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ കടുക് ഒന്ന് പൊട്ടിയതിനു ശേഷം നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പൊ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇത് നമുക്ക് ചോറിന്റെ കൂടെ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരും എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ ദോശ ഉണ്ടല്ലോ, ചപ്പാത്തി ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള സാധനത്തിന് നമ്മള് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ. അപ്പൊ ആ ഒരു രീതിയാണ്. അപ്പൊ അത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാ ചമ്മന്തിയേക്കാൾ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ട്. വ്യത്യസ്ത ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ
നമുക്ക് കിട്ടിയ കറിവേപ്പിലയാണ് നല്ല വലുപ്പമുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മളെ കടുക് വറുത്ത് നമ്മൾ റെഡിയായി എല്ലാം സെറ്റപ്പായിട്ടുണ്ട്. ശബ്ദ കോലാഹലമൊക്കെ ഒന്ന് മാറി. അപ്പോൾ എന്താ പറയുക, നമ്മൾ പറഞ്ഞു തന്നത് ഇതിൻ്റെ സൗണ്ട് കാരണം കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ദോശയ്ക്ക് ഇഡ്ഡലിക്കാണ് നല്ലത്. നമ്മൾ മറ്റേ സാധാരണ നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തി ഇല്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് സാധാരണ തേങ്ങ വെച്ചാണല്ലോ മലയാളികൾ എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന് തേങ്ങയുടെ ആവശ്യമില്ല. അതെ, തേങ്ങയുടെ ആവശ്യമില്ല. തേങ്ങ ഇല്ല എന്നുള്ളൊരു ചമ്മന്തിയാണ് ഇത്. തേങ്ങയൊക്കെ തിരുമാനൊക്കെ മടിയുള്ളവരൊക്കെ ഇപ്പൊ വേറെ ഉണ്ട്. ഇവിടുത്തെ ഈ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഇപ്പൊ നമ്മള് മറ്റേ മസാല ദോശയൊക്കെ മേടിക്കുന്നതിന് അതിന്റെ കൂടെ കിട്ടുന്ന തേങ്ങാ ചമ്മന്തിക്കകത്തുണ്ടല്ലോ പരിപ്പ് അരച്ച് ആണ് വളരെ കുറച്ച് തേങ്ങയുടെ കുറച്ച് തേങ്ങ അവരെടുക്കുന്നുള്ളൂ. പക്ഷെ ബാക്കി മുഴുവൻ ഉണ്ടല്ലോ ഈ പരിപ്പാണ് അതിനകത്ത്. അപ്പൊ ഉണ്ടല്ലോ നല്ലൊരു കൊഴുപ്പാ സാധനത്തിന്. ടേസ്റ്റ് ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെ ഇരിക്കും. മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മള് ചമ്മന്തി ചൂടാക്കിയില്ലേ? ആയില്ല, നമ്മൾ അരച്ച ആ ഒരു ഇത് ഇപ്പം ചൂടാക്കിയിട്ട് നമ്മൾ കടുക് മാത്രം പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പൊ സംഭവം ചെയ്ത് നോക്കി. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലുണ്ടല്ലോ അതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു അധികം എന്നാൽ നമുക്ക് എഫർട്ടൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until